ജൂൺ എന്നുള്ളത് ജൂലൈയോ അല്ലെങ്കിൽ ഓഗസ്റ്റോ വരെ വന്നേക്കാം, എന്നാലും ജൂണിൽ തന്നെ വരുമെന്നാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ലാക്ക് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് അതൊരു ഹ്യൂമൻ ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ നാച്ചർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിനാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. സോ അവിടെ എന്താണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും. പിന്നെ നമ്മൾ ഡേ 1 പോകുന്ന സമയത്ത് അതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വരും. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അതായത് RRB JEE ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB JEE അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കറിയാം RRB JEE എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ജൂണിലാണ്. എന്ത് ചെയ്യാൻ പോകുന്നത്, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. കാരണം RRB എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒഫീഷ്യൽ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂണിലായിരിക്കും എന്നുള്ള രീതിയിലാണ്. ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ്. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ, ജൂൺ എന്നുള്ളത് ജൂലൈയോ അല്ലെങ്കിൽ ഓഗസ്റ്റോ വരെ വന്നേക്കാം, എന്നാലും ജൂണിൽ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ RRB JEE നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ജൂണിലായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ എക്സാം ഒരു 2 മാസം കഴിഞ്ഞ ഒരു സെപ്റ്റംബറിൽ എക്സാം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പക്ഷേ മറ്റ് ബ്രാഞ്ചസിലുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ ടോപ്പിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ വരുത്തണം. നിങ്ങളുടെ സിലബസിന് അനുസരിച്ചുള്ള ചേഞ്ചസ് നിങ്ങൾ വരുത്തണം. ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ടോപ്പിക് എന്ത് ചെയ്തിട്ടില്ല, ഇലക്ട്രിക്കൽ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിവേ ഈ ഒരു സ്റ്റഡി പ്ലാനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഏതൊരു പ്ലാൻ തയ്യാറാക്കുന്ന സമയത്തും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറയുകയാണ്. കാരണം പ്ലാനിലേക്ക് പോകുന്നതിന് മുന്നേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സിലബസ് 100% നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്നാൽ പിന്നെ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻസ് പഠിച്ചാൽ മതിയോ? ഒരിക്കലും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ആ സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ട് പോകണം. മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ സിലബസ് കംപ്ലീഷൻ എന്ന് പറയുന്നത് 100% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹ്യൂമൻ നാച്ചറാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ലാക്ക് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് അതൊരു ഹ്യൂമൻ ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ നാച്ചറാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊരിക്കലും എന്തല്ല, അതൊരു പ്രശ്നമല്ല. അതെന്ത് ചെയ്യണം, അതിനൊരു സൊല്യൂഷനാണ്. എന്താണ് ഇതിനുള്ള സൊല്യൂഷന്? അത് റിവിഷനാണ് അല്ലേ. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. നമ്മുടെ പ്ലാനിൽ ഞാൻ കൃത്യമായിട്ട് ഈ ഒരു റിവിഷൻ പ്ലാനോട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ഘടകത്തിലേക്ക് വരികയാണെങ്കിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ. കാരണം നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടൻറ്റൊക്കെ പഠിക്കും, റിവൈസ് ചെയ്യും, എല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ ടൈം ബൗണ്ടഡ് ആയിട്ട് എക്സാം എഴുതുന്ന രീതി ഉണ്ടല്ലോ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അതായത് നമ്മൾ 1.5 hours നമ്മൾ 75 questions നമ്മൾ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് എന്താണ്, പ്ലാനിങ്ങോട് കൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ എക്സാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ടയർ 1 എക്സാം ആണെങ്കിൽ ടയർ 2 എക്സാമിനേഷൻ വരുമ്പോൾ 150 questions എന്ത് ചെയ്യാനുണ്ട്, അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ അതിൻ്റെ ഒരു ടൈം ലിമിറ്റിൽ, ആ ലിമിറ്റിൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടയർ 2 150 question ഉണ്ട്. നിങ്ങൾക്ക് ആ പറഞ്ഞിരിക്കുന്ന 2.5 hours എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 2.5 മണിക്കൂറിൽ നിങ്ങൾക്ക് 150 120 പറ്റുമോ, 130 പറ്റുമോ, 100 പറ്റുന്നുള്ളൂ? അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മോക്ക് ടെസ്റ്റുകൾക്ക് വലിയ റോൾ വരുന്നുണ്ടല്ലേ. ഇനി അടുത്തതാണ്, ഏതൊരു പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്തും ഇറ്റ് ഈസ് ഈസി ടു പ്ലാൻ എന്നുള്ളതാണ്. പ്ലാൻ ചെയ്യാൻ ഈസിയാണ്, ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സിക്യൂട്ട്. ശരിയല്ലേ? പ്ലാൻ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്നിടത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. സോ ഈ പ്ലാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സജസ്റ്റ് ചെയ്യുന്ന പ്ലാൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ തന്നെ, ഞാൻ ഈ പ്ലാൻ സജഷൻ ആയിട്ട് ഇതൊരു പ്ലാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത്, ഇതുപോലെ തന്നെ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ പ്ലാൻ എടുത്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക. എന്നിട്ട് ആ കസ്റ്റമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ പ്ലാന് കൃത്യമായിട്ട് വർക്കൗട്ട് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ ആ പ്ലാൻ എന്തുള്ളൂ, ആ പ്ലാൻ സക്സസ്ഫുൾ ആയിട്ട് മാറുള്ളൂ, നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ജോബിലേക്ക് എത്താൻ കഴിയുള്ളൂ. സോ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതുകൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ എൻട്രിയുടെ കോഴ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ AI പ്രോഗ്രസ് കാർഡാണ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ AI പ്രോഗ്രസ് ട്രാക്കർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പോർഷൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയാണ്, നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്ന വളരെ മോഡേൺ ആയിട്ടുള്ളൊരു ഫീച്ചർ AI പ്രോഗ്രസ് ട്രാക്കർ എന്ന് പറയുന്നത് എൻട്രിയുടെ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു ആഡഡ് ബെനിഫിറ്റ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിവേ നമ്മളൊരു ടൈം ലൈനിലേക്ക് വരികയാണെങ്കിൽ
ഞാൻ ഈ ഒരു എക്സാമിൻ്റെ ഒരു ടൈം ലൈൻ എടുത്തിട്ടുള്ളത് മാർച്ച്, അതായത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ മാർച്ച് 1 മുതലുള്ള ഒരു പ്ലാനാണ് നിങ്ങൾക്ക് മുന്നിൽ സജസ്റ്റ് ചെയ്യുന്നത്. മാർച്ചിൽ തുടങ്ങിയിട്ട് സെപ്റ്റംബറിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ല നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ ജൂണിൽ വരും എന്ന് വിചാരിക്കുന്നു, ജൂണിലോ അല്ലെങ്കിൽ ജൂലൈയിലോ മാക്സിമം വരുള്ളൂ. എനിവേ ജൂണിൽ വരും എന്നുള്ള രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമ്മുടെ സമയം മാക്സിമം നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. സോ ഞാൻ ആദ്യത്തെ മാർച്ച് ഏപ്രിൽ മന്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എവിടെയായിരിക്കും? നോൺ ടെക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കൂടുതൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ നിങ്ങൾ ടെക്കും പഠിക്കണം കേട്ടോ. നോൺ ടെക്ക് മാത്രമല്ല, ടെക്കും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഞാനിവിടെ എഴുതിയതിൽ വിട്ടുപോയതാണ്. കൂടുതൽ ഫോക്കസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ ടെക്കിൽ കൊടുക്കാം, പക്ഷേ ടെക്കും നന്നായിട്ട് തന്നെ അവിടെ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഇനി ഒരു മെയ് ജൂൺ, അതായത് ജൂൺ ആകുന്ന സമയത്ത്, മാർച്ചും ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾ 30% സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഒരു ജൂൺ മാസമാകുമ്പോഴേക്ക് നിങ്ങളൊരു 60% കവർ ചെയ്യുന്നു. അതേപോലെ സെപ്റ്റംബർ ആകുന്ന സമയത്ത് നമ്മൾ 100% സിലബസ് നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ്. സോ ഈ രീതിയിലാണ് നമ്മുടെ പ്ലാനിങ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതാണ് ഇനി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ചിൽ ഈ ഒരു മാസം, അതായത് മാർച്ച് 1 എന്ന് പറയുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള നോൺ ടെക്നിക്കൽ സബ്ജക്റ്റിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് എന്ത് ചെയ്യുക, നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ മാത്തമാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് സമയത്താണെന്ന് അറിയാം മാത്സ് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കേണ്ടത്? നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഉച്ച സമയങ്ങൾ എന്ത് ചെയ്യുക, ആഫ്റ്റർനൂൺ സെഷൻസ് മാത്തമാറ്റിക്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം അങ്ങനെ ചെയ്താൽ എന്താണ്, ഉച്ച സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഉറക്കം വരുന്ന സമയമാണ് അല്ലേ. സോ ആ സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു എനർജി നമുക്ക് നഷ്ടപ്പെടില്ല അല്ലേ. സോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കത്തിനൊക്കെയുള്ള സാധ്യത ഉണ്ട് അല്ലേ. സോ അതുകൊണ്ട് മാത്തമാറ്റിക്സ് ആഫ്റ്റർനൂൺ സെഷൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ബേസിക് കോൺസെപ്റ്റും സർക്യൂട്ട് ലോസുമാണ് ഈ ഒരു മന്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു ഈ ഒരു എന്താ പറയുക, സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളൊരു പക്ഷേ ബേസിക് കോൺസെപ്റ്റും അതേപോലെ സർക്യൂട്ട് ലോയിലും മാസ്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക, നന്നായിട്ട് അറിയാം. കാരണം ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിങ്ങൾ പെർഫോം ചെയ്ത ആളുകളാണെങ്കിൽ സാറിൻ്റെ പ്ലാനിൽ ഇത് മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, അങ്ങനെയല്ല ചിന്തിക്കരുത്. നിങ്ങൾ ബേസിക് കോൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകൾ ഇവിടേക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ ആ രീതിയിൽ വേണം പ്ലാൻ നിങ്ങൾ കാണാൻ. സോ അത് കഴിഞ്ഞ് നമ്മൾ ഏപ്രിലേക്ക് വരികയാണെങ്കിൽ ഏപ്രിലേക്ക് നമ്മൾ സർക്യൂട്ട് ലോസ്, അതിൽ സർക്യൂട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെങ്കിൽ അവിടേക്ക് പോവുക. അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടും പഠിക്കണം. ദെൻ നോൺ ടെക്കിലാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. സോ അവിടെ എന്താണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും അതേപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങും ഒക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ അതാണ് ഏപ്രിലുള്ള കാൽക്കുലേഷൻസ്. ഇനി നമ്മൾ മെയ്യിലേക്ക് വരികയാണെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ട് കണ്ടിന്യൂ ചെയ്യാനുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ AC ഫണ്ടമെൻറ്റൽസും ജനറൽ അവയർനെസ്സും. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ സബ്ജക്റ്റ് ആണ് അല്ലേ. സോ ഒരുപാട് ബൈഹാർട്ട് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. സോ ബൈഹാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും പഠിക്കാൻ നല്ലത് ഏർലി മോർണിംഗ് ടൈമാണ്. കാരണം ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ വളരെ ഷാർപ്പായിരിക്കും, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആ ടൈം നിങ്ങൾക്ക് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താം. ദെൻ ജൂണിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റും ഇലക്ട്രിക്കൽ മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അതിൽ തന്നെ നമ്മൾ ജനറൽ സയൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ നോൺ ടെക് സബ്ജക്റ്റായിട്ട് പഠിക്കാൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ജൂലൈയിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം വലിയ ടോപ്പിക്കാണ്. അതേപോലെ തന്നെ സിങ്ക്രണസ് മെഷീൻസും വരുന്നുണ്ട്. അത് രണ്ടും ഞാൻ എവിടെയാണ്, ജൂലൈയിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ആ സമയത്ത് നമ്മൾ നോൺ ടെക്കിൽ നിന്ന് ഫിസിക്സും കെമിസ്ട്രിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് അപ് ടു 10th സ്റ്റാൻഡേർഡ് നമുക്ക് പഠിക്കാനുള്ളൂ. സോ അത് ആ ഒരു സെഷനിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഓരോ മന്തിലും നിങ്ങൾ ലാസ്റ്റ് 2 days എന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ലാസ്റ്റ് 2 days കംപ്ലീറ്റ്ലി റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. സോ ആ ഒരു പ്രാക്ടീസ് എപ്പോഴും നിങ്ങൾക്ക് എന്തായിരിക്കും, ഈ ഒരു എക്സാമിനേഷനിൽ വളരെയധികം ബെനിഫിറ്റ് ആയിട്ട് മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ എവറി 2 days ഇൻ ദ ലാസ്റ്റ് 2 days ഓഫ് മന്ത് എന്തായിരിക്കണം, നിങ്ങൾ ഈ റിവിഷന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി മാറ്റി വെക്കണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലതും വീണ്ടും ഓർമ്മയിലേക്ക് നിലനിർത്താൻ പറ്റും. സോ ആ റിവിഷനെ കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എനിവേ അടുത്ത കേസിലേക്ക് വരാം, അടുത്ത മന്തിലേക്ക് വരാം. ഓഗസ്റ്റിൽ വരുന്ന സമയത്ത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി നിങ്ങൾ ആ ഒരു മന്ത് കംപ്ലീറ്റ് ചെയ്യുക. അവിടെ ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ആൻഡ് സെപ്റ്റംബറിലേക്ക് വരുന്നതോടുകൂടി നമ്മൾ 100% സിലബസ് കംപ്ലീറ്റ് ചെയ്യാണ്.
അവിടെ ബേസിക്സ് ഓഫ് എൻവിറോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്കവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു സെപ്റ്റംബറിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ സിലബസ് എന്ത് ചെയ്യാണ്, 100% കംപ്ലീറ്റ് ആവുകയാണ്. സോ ഈ ഒരു സിലബസ് കംപ്ലീഷനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുകയും വേണം. ഇനി നമുക്ക് കുറച്ച് ഇതിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസും നോക്കാം. നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ ഞാൻ എപ്പോഴും സ്റ്റഡി പ്ലാൻ പറയുന്ന സമയത്ത് അതിനോടൊപ്പം ചേർത്ത് പറയുന്ന കാര്യമാണ് പ്രോബ്ലം വേഴ്സസ് സൊല്യൂഷന്. എന്തെല്ലാം പ്രോബ്ലങ്ങളാണ് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ളത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ആണ്, അല്ലേ? അതായത് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ നല്ല എനർജിയിൽ ഫോളോ ചെയ്യും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ടൊരു ഡേ നമ്മൾ 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ പഠിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ട്രാക്ക് ഒന്ന് പതുക്കെ ചേഞ്ച് ആവും. അത് നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ട്രിപ്പ് പോവുകയാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്കും. ആ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അത് ഏതൊരു പ്ലാനിലും ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ, ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അതേ പ്ലാൻ കൃത്യമായിട്ട് വരുന്ന 6 മന്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു? ഒരിക്കലുമില്ല. ആ പ്ലാന് പലപ്പോഴായിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രാക്റ്റഡ് ആയി പോവും. പക്ഷെ എന്താ അതിനൊരു സൊല്യൂഷൻ? ആ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വേണമല്ലോ. സോ ആ ഡിസ്ട്രാക്ഷൻ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ടത് ഡിറ്റർമിനേഷനും ആ ഒരു സെൽഫ് മോട്ടിവേഷനുമാണ്. സോ അത് തന്നെയാണ് ഈ ഒരു പ്രോബ്ലത്തിന് ഞാൻ കാണുന്ന സൊല്യൂഷന്. ഡിസ്ട്രാക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഡൗൺ ആവാൻ പാടില്ല. അത് ഇതിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ചിന്ത വരണം. ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റണം. കാരണം ആ പ്ലാനിൻ്റെ ട്രാക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ. സോ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലാന് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കണം. നിങ്ങളുടെ രീതിയിലുള്ള ആ ചേഞ്ചസ് അവിടെ വരുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ട്രാക്കിലേക്ക് തിരിച്ചു വരണം. സോ അത് തന്നെയാണ് അതിനുള്ള സൊല്യൂഷൻ. ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ആ ഡിസ്ട്രാക്ഷനിലും നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ് അതിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക. ഒരുപക്ഷെ തീർച്ചയായിട്ടും ഒരു മെൻറ്റർഷിപ്പോട് കൂടി പഠിക്കുന്ന സമയത്ത് ആ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ട്രാക്കിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഗോൾഡ് കോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. സോ ആ മെൻറ്റർഷിപ്പിലൂടെ നിങ്ങൾക്ക് ആ ട്രാക്കിലേക്ക് തന്നെ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തവണത്തെ RRB JEE കോഴ്സിൽ മെൻറ്റർഷിപ്പിന് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ നമുക്ക് ആ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മെമ്മറി പ്രോബ്ലമാണ്. അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മളിങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമല്ല, പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ, അല്ലേ? സോ റിവിഷൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ആ സൊല്യൂഷൻ കൃത്യമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോബ്ലത്തെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അതായത് കുറച്ച് കഴിയുന്ന സമയത്ത്, ഈ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു തോന്നലുണ്ടാവും, ഒരു കോൺഫിഡൻസ് കുറവ്, അല്ലേ? ഇത് നമുക്കൊണ്ട് കഴിയുമോ, ഇത് ഇത്രയും ആളുകൾ കോമ്പീറ്റ് ചെയ്യുന്ന എക്സാമിനേഷൻ അല്ലേ, ഇപ്രാവശ്യം വേക്കൻസി കുറവാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എക്സാമിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഷാർപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര ഡിറ്റർമൈൻഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രോബ്ലം, അതായത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവ് വന്നു കഴിഞ്ഞാലും ഈ എക്സാമിനെ അത് എഫക്റ്റ് ചെയ്തിരിക്കും, അതിലൊരു സംശയമില്ല. സോ അവിടെ എന്താ ചെയ്യേണ്ടത്? അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ്? ഞാൻ അതിന് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നൊരു മറുപടി എന്ന് പറയുന്നത് ഡ്രീം ദ ജോബ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആ ജോബിലേക്ക് എത്തിയിട്ടില്ല, അല്ലേ? എക്സാമൊക്കെ എഴുതിയിട്ട് വേണം അവിടേക്ക് എത്താൻ. പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ജോബിലേക്ക് എത്താം. എങ്ങനെ? നമ്മുടെ സ്വപ്നങ്ങളിലെ നിങ്ങൾ ആഗ്രഹിച്ച RRB ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ ഡ്രീം ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടിയ കാര്യം നിങ്ങൾ ഡ്രീം ചെയ്യുക. ആ ജോബ് കിട്ടിയതിന് ശേഷം ആദ്യത്തെ സാലറി നിങ്ങൾ ഡ്രീം ചെയ്യുക. ആ സാലറി കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഡ്രീം ചെയ്യുക. സോ കൃത്യമായിട്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത്, നമ്മൾ അതിലേക്ക് അടുക്കുന്നു എന്ന് ആലോചിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുകയാണ് ചെയ്യുക. സോ RRB JEE പരിചയം ഉണ്ടെങ്കിൽ അവരെ കോൾ ചെയ്യുക, അവരെ വിളിക്കുക, അവരുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓക്കെ, യെസ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടി അത് സയൻറ്റിഫിക് ആയിട്ട് പറയാനാണ് ഞാൻ ഈ ഒരു റിവിഷൻ ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്. പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആയതുകൊണ്ടാണ് ഞാൻ ഈ റിവിഷൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇതുകൂടി ഞാൻ പറയുന്നത്. ഇത് ഫോർഗോട്ടൺ കർവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കർവാണ്. നിങ്ങൾ എത്ര പേര് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കർവാണ് ഫോർഗോട്ടൺ കർവ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കലി ഇത് പ്രൂവൺ ആയിട്ടുള്ള ഒരു കർവാണ്. അപ്പോൾ ഇതിപ്പോൾ ഡേ 0, അതായത് ഞാൻ ഇന്നൊരു കാര്യം നിങ്ങളെ പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം.
ഓക്കെ, ഇന്നൊരു കാര്യം പഠിപ്പിച്ചു. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള കണ്ടൻറ് എന്ന് പറയുന്നത് ഞാൻ പറയുകയാണ് 100% ആണ്. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 100% നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ ഡേ 1ലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞ് വരും. ഓക്കെ, അതിൻ്റെ പെർസെൻറ്റേജ് ഇപ്പോൾ ഒരു 70% ആണെന്ന് വിചാരിക്കാം. ഒരു 70% ആണ്. ഓക്കെ, ഒരു 70%. ഡേ 2ലേക്ക് പോകുമ്പോൾ വീണ്ടും അത് കുറഞ്ഞിട്ട് അതൊരു 60% ആയിട്ട് മാറി. പിന്നെ നിങ്ങൾ ഡേ 3ലേക്ക് പോകുമ്പോൾ പിന്നെയും കുറഞ്ഞിട്ട് അതൊരു 50% ആയി. ദെൻ വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ എന്തായി, ഒരു 40%. സോ ഈ രീതിയിലായിരിക്കും ഈ ഫോർഗോട്ടൺ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റിലേക്കൊക്കെ ആകുന്ന സമയത്ത് ആ ക്ലാസ് എന്തൊക്കെ ചെറിയ ഓർമ്മകളായിരിക്കും അവിടെ ബാക്കി ഉണ്ടാവുക. സോ ഈ ഒരു ഫോർഗട്ടൺ കർവ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പഠന സമയങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എന്നുള്ളത് വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ഫോർഗട്ടൺ കർവിൻ്റെ ഒരു റിയാലിറ്റി, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നില്ലേ? എന്തായാലും മറന്നു പോകും. നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് കേട്ടോ. പിന്നെയും മറന്നു പോകാതിരിക്കാൻ നമ്മൾ എഴുതി പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സ്കില്ല്, അതൊക്കെ ആയിരിക്കും അവിടെ നിലനിൽക്കുന്നുണ്ടാവും. മറ്റു പല കാര്യങ്ങളും നമ്മളെടുത്ത് എന്ത് ചെയ്യും, മറന്നു പോകും. സോ ഈ മറവിക്ക് എന്താണ് ഒരു സൊല്യൂഷന്? അതോട് പറയണ്ടേ? ഞാനത് ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റിവിഷൻ ആണ് അല്ലേ? സോ ആ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ കർവിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നോക്കിയേ. ഇതായിരുന്നു ഫോർഗട്ടൺ കർവ്, ഒറിജിനൽ ലേണിംഗ് കർവ് എന്ന് പറയുന്നത് ഇതായിരുന്നു കർവ്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ ഡേ 1ൽ നമ്മളിവിടെ ചെറിയൊരു പുഷ് കൊടുക്കുകയാണെങ്കിൽ ആ കർവ് അങ്ങനെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിൽക്കും. നമ്മൾ വീണ്ടും ഒരു പുഷ് കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് കർവ് അവിടെ നിലനിൽക്കും. തേർഡ് റിവ്യൂ ചെയ്യുന്ന സമയത്തും കർവ് അവിടെ നിലനിൽക്കും. വിച്ച് മീൻസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ 100% അവിടെ റീറ്റെയിൻ ചെയ്ത് നിൽക്കുക. ഇനിയിപ്പോൾ 100 ഇല്ലെങ്കിലും ഒരു 95 എബോവ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. സോ ഈ സ്റ്റഡി പ്ലാനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച മറ്റൊരു പോയിന്റ് ഇത് തന്നെയാണ്, റിവിഷൻ എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ആ സെൽഫ് കോൺഫിഡൻസും അതേപോലെ തന്നെ ആ ഡ്രീം ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഇതെല്ലാം കൂടി ചേരുന്ന സമയത്താണ് ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാൻ ആയിട്ട് മാറുന്നത്. സോ നമ്മൾ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സെപ്റ്റംബറിൽ അവസാനിക്കുന്ന രീതിയിലുള്ള പ്ലാൻ ആയിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഞാൻ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് തരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായ ഒരു പ്ലാൻ എപ്പോഴും എന്തായിരിക്കും, നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഈ JEE എക്സാമിൻ്റെ സിലബസ് ഞാൻ വീഡിയോൻ്റെ താഴെ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതേപോലെ ഈ JEE എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതേപോലെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പ്ലാനിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള കസ്റ്റമൈസേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും ഐഡിയാസ്, എക്സ്ട്രാ ഐഡിയാസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതും എന്ത് ചെയ്തോളൂ, ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ അറിയാവുന്ന രീതിയിലുള്ള ആൻസേഴ്സ് ആണെങ്കിൽ ഞാൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങളുടെ ഡ്രീം ജോബ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു പ്ലാൻ ഹെൽപ്ഫുൾ ആകുകയാണെങ്കിൽ, എനിക്കതിൽ ഒരു പാർട്ടാവാൻ കഴിയുകയാണെങ്കിൽ ഞാൻ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരാളായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഈ സ്റ്റഡി പ്ലാനിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാം. പല സ്ഥലത്ത് പല വീഡിയോസുകൾ, പല യൂട്യൂബ് ചാനലുകൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് പഠിക്കാം. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. എന്നാൽ ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസും പ്രോപ്പറായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസുകളും സ്റ്റഡി നോട്ട്സുകളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ ഇതൊക്കെ പരിധി കണ്ടുപിടിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. സോ അവരെ സംബന്ധിച്ചിടത്തോളം എൻട്രിയുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കോഴ്സാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അത്രയധികം ആളുകൾ വളരെ ട്രസ്റ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ലേണിംഗ് ആപ്പ്. മുൻ എക്സാമുകളിലൊക്കെ മികച്ച റിസൾട്ടുകൾ, KCB സബ് എഞ്ചിനീയറിൽ ഉൾപ്പെടെ മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടെടുത്തുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും RRB JEEയുടെ ഏറ്റവും പുതിയ കണ്ടൻറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. പണ്ടേ പോയോ ഷൂട്ട് ചെയ്ത വീഡിയോ കണ്ടൻറ്റ്സ് അല്ല നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ് പ്രസൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും അധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വീഡിയോസുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു RRB JEE കോഴ്സിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ RRB JEE കോഴ്സ് എന്ന് പറയുന്നത് ഈ വരുന്ന 2024 എക്സാമിനേഷന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ കണ്ടൻസ് ആണുള്ളത്. സോ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഫിൽ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും വിജയത്തിലേക്ക് എത്തുക. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.